നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നും നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. മാന്ത്രിക വിദഗ്ധൻ ഇന്ദ്ര അജിത്തും ഭാര്യ ലിഷും. എന്താ ഇന്ദ്ര അജിത്ത് എന്നായിരുന്നു പേര്, JP അജിത്ത് എന്നായിരുന്നു. അപ്പൊ സാധാരണ ഒരു മജീഷ്യൻ എന്ന് പറയുമ്പോൾ വളരെ പഞ്ചുള്ള ഒരു പേര് വേണമല്ലോ. അങ്ങനെയാണ് സാംബ്രാജ്, മുതുകാട് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു പേര് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു മാറ്റം വേണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ദ്ര കൊടുത്തി. ഇന്ദ്രജാലക്കാരൻ അജിത്ത്, അതിന്റെ ഷോർട്ട് ഫോം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദ്ര അജിത്ത്, അത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ എന്തോ ഒരു എന്താ പറയാ, ഒരു പ്ലാനിങ് ആണോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ എന്തൊക്കെ ഉണ്ടല്ലേ? ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം എന്നുള്ളൊരു, അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ അങ്ങനെ ഒരു ജീവിക്കുന്ന, അല്ലെങ്കിൽ അതാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പലതിലും വ്യത്യസ്ത കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്റേതായ ചുറ്റുപാട് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം അല്ലേ? കണ്ടുമടുക്കരുത്. തീർച്ചയായിട്ടും കണ്ടുമടുക്കാൻ പാടില്ല. ഒരേ ഓഡിയൻസിന് മുമ്പ് ചിലപ്പോ വീണ്ടും വീണ്ടും പോവേണ്ടി വരുമ്പോ പഴയ ഐറ്റംസ് കൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ നേരിടുന്ന വെല്ലുവിളി അതാണ്. കാരണം ഇന്ന് കേരളത്തിൽ ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും ഒരു 80% ഞാൻ പോയി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും അതാ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ ഇനവുമായിട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പുതിയ ഇനങ്ങൾ മേടിക്കേണ്ടി വരും. മാജിക് രംഗത്തേക്ക് വരുന്ന ആ കാലഘട്ടം, എന്റെ മാജിക്കിന്റെ ചരിത്രം കൂടെ പറയുന്നത് നന്നായിരിക്കും. ഞാൻ എന്റെ 9ാമത്തെ വയസ്സിലാണ് മാജിക് ആദ്യമേ പഠിച്ചു തുടങ്ങുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുരുവില്ല, സ്വന്തമായിട്ട് മാജിക് പഠിച്ചാണ്. പുസ്തകങ്ങളായിരുന്നു എന്റെ ആദ്യത്തെ ഗുരു. അങ്ങനെ ആ പുസ്തകത്തിൽ കൂടിയാണോ പഠിച്ചത്? അതെ, A.T. കോവൂരിന്റെ നിങ്ങൾ ആവശ്യപ്പെട്ട ദിവ്യാത്ഭുതം എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടായിരുന്നു. അതായത് ഈ സൂപ്പർ നാച്ചുറൽ പവറുകൾ അവതരിപ്പിക്കുന്നെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ ദിവ്യശക്തി എന്ന് പറഞ്ഞ് കാണിക്കുന്നതെല്ലാം അദ്ദേഹം തുറന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷ വാസം സൃഷ്ടിക്കുന്നതും അല്ലെങ്കിൽ തീ തുപ്പുന്നതും. പക്ഷെ അതിൽ നിന്നാണ് പിന്നെ മാജിക്കിലോട്ട് വരുന്നത്. കാരണം മാജിക്കും സയൻസും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഏതാണ്ട് വളരെ ഏറ്റവും സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കലാരൂപം മാജിക്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മാത്രമല്ല, NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്, സയൻസ് ആൻഡ് ടെക്നോളജി എൻവയറൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ട്രാഫിക്, ഏതാണ്ട് സർക്കാരിന്റെ ഒട്ടുമുക്കാൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി ഞാൻ പ്രോഗ്രാം ചെയ്തു. ഹലോ, ഹായ് പറഞ്ഞു. ഹായ്. പാട്ടൊക്കെ പാടൂല്ലേ? എന്താ ഇഷ്ടം? പാട്ടാണോ മാജിക് ആണോ? പാട്ടാണോ ഇഷ്ടം? ഒരു പാട്ട് പാടുവോ? ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. കേരളം വിട്ടു പോയിട്ടുണ്ടോ? കേരളം വിട്ട് പോയിട്ടുണ്ട്, ഡൽഹി വരെ പോയിട്ടുണ്ട്. ആന്ധ്രയിൽ ഇല്ല. വിദേശത്ത് പോകാനുള്ള ചാൻസുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പാസ്പോർട്ട് ഇല്ല, ഒന്ന് പോയിട്ട്. കോമൺ ആയിട്ട് എല്ലാവർക്കും ഓരോരോ ഐറ്റം ഉണ്ട്. അതെല്ലാവരും ഒരാൾ ചെയ്യുന്നതന്നെ പലരും, ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ പലരും ചെയ്തിട്ടുണ്ട്. അജിത്തിന്റേതായിട്ടുള്ള ഒരു സ്വന്തം കണ്ടുപിടുത്തം എന്ന് പറയുന്ന ഏത് ഐറ്റമാണ്? ഞാൻ ഫോക്കസ് ചെയ്യുന്ന, ഞാൻ നോക്കുന്ന ഏറ്റവും വലിയ ഫീൽഡ് ഇതിനെ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. സാമൂഹിക സന്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും അവസാനം ദുരന്ത നിവാരണം ചെയ്തു. പല മജീഷ്യന്മാരും കൈവിട്ട ഒരു കാര്യമായിരുന്നത്. കാരണം ദുരന്ത നിവാരണം എന്ന് പറഞ്ഞ ഒരു വിഷയം മാജിക്കിലൂടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. കുഞ്ഞു മാജിക്ക് എസ്പെഷ്യലി ഫോർ യു. ഒരു ഫോട്ടോ ഫ്രെയിം. മാഡം, ഈ പ്രോഗ്രാമിന്റെ പേര് മനസ്സിലൊരു മഴവില്ലെന്നാണ്. മാഡത്തിന്റെ മനസ്സിൽ എന്താണെന്ന് മാഡം ഒന്ന് ചിന്തിക്കുക. ഈ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് തന്നെ മാഡത്തിന്റെ മനസ്സിൽ എന്താണ് ഈ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക, പ്ലീസ്. ഓക്കെ, മാഡത്തിന് സമ്മാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.